ക്രിസ്തുബോധം, ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. ഫോണിലൊക്കെ എഴുതിയൊക്കെ മതിയായിട്ട് സൂക്ഷിക്കാൻ. ടെക്സ്റ്റ് കൊളോസിയൻസ് 1:26-27. സീഡ് ഓഫ് ക്രൈസ്റ്റ് നോക്കണ്ട, എല്ലാവരും ഒരു സീഡ് ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്. യേശുവിന്റെ വിത്ത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത്തിരി പരിചരണം കൊടുക്കുകയാണെങ്കിൽ, ഇത്തിരി വെയിലുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്തായിരിക്കും ഒരാളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കാമെന്ന് ചോദ്യം. ആ വിത്തോട് നീ എന്ത് ചെയ്യും? വാട്ട് യു ഡു വിത്ത് ദ സീഡ് ഓഫ് ക്രൈസ്റ്റ്? എനിക്ക് ഒരാളെ വീട്ടിലാക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. അതാണ് എല്ലാ റിഗ്രറ്റുകളൊന്നും. ഇത്രയൊക്കെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് ഇതിനകത്ത് അതാണ് ഈ കൊളോസിയൻസ്. നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് കൊളോസിയൻസ്. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ട രഹസ്യം അവസാന കാലങ്ങളിലും തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ മനസ്സായി മഹത്കാരണമായ ഈശ്വരന്റെ ഉള്ളിലുണ്ടാകുന്നത്. കൊളോസിയൻസ് 1:26 എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ? ഒരു വിത്തിന്റെ പേരാണത്. ഒരു വിത്തിന്റെ പേരാണത്. അതുകൊണ്ട് നീ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? രണ്ട്, ഉള്ളിലെ 3 അടരുകൾക്ക് കിട്ടുന്ന പ്രകാശം. ഉള്ളിൽ 3 അടരുകൾക്ക് കിട്ടുന്ന പ്രകാശം. ധ്യാനം. ഒത്തിരി വാക്കാണ് ഉപയോഗിക്കുന്നെങ്കിലും ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന വാക്ക് അവയർ വാക്കാണ്. ബോധപൂർവ്വമുള്ള ജീവിതം. ബ്രാക്കറ്റില് അവയർനെസ്. കുറെ ബോധ ജീവിതം സാധ്യമാണ്. താഴെ 2-3 കാര്യങ്ങൾ എഴുതാം. 1, നീ എവിടെയാണ്? ആദ്യത്തെ ചോദ്യം. 2, ശരിക്കും നമ്മുടെ ആത്മീയ ജേണി യാത്രയ്ക്ക് 3 ചുവടാവുള്ളത്. 1 2 സീക്ക്, 3 ടോക്ക്. സ്പിരിച്വൽ ജേണിയുടെ ടൂൾ. ചോദിക്കുക, എന്താണോ അതിനകത്തുനിന്ന് ഡെറൈവ് ചെയ്തത് അതന്വേഷിക്കുക. ഈ ചോദ്യവും അന്വേഷണം കൊണ്ട് മാത്രം കഥയില്ല. നോക്കെന്ന് പറഞ്ഞാൽ എന്താണ്? കാത്തിരിക്കുക നോക്കാം, അല്ലെ? ഡോറടുത്ത് അകത്തുള്ള ആൾ വരുമ്പോൾ എന്തെയാണ്? കാത്തിരിക്കണം എന്ന് പറയാൻ ചോട്ടാണ് സ്പിരിച്വാലിറ്റിയുടെ ടൂൾ. നമ്മളിതിനെയൊക്കെ എന്താക്കി? നമ്മളിതിനെയൊക്കെ വളരെ ലൈറ്റാക്കിയത്. നമ്മളിതിനെ ഇന്റർസെഷൻ അല്ലെ, മധ്യസ്ഥ പ്രാർത്ഥന ടെക്സ്റ്റ് ചോദിക്കുക, അന്വേഷിക്കുക. ഭയങ്കര വാശിയുള്ള വാക്കൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ നടക്കുന്നതാണ്. അടിപൊളി ഒറ്റ മുറിവായിട്ട് കിടക്കുന്നതാണ്. ഇയാൾ അടുക്കളയിൽ നിന്നിട്ട് ഇയാൾ എന്താണ് കാന്തയിൽ ഈ പൗരത്വം വേണമെന്നൊക്കെ ചോദിക്കണം. ഭയങ്കര ധൈര്യം വേണം. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ എന്നാൽ ഇതിനൊക്കെ പുള്ളി വേണ്ടേ? പുള്ളി വേണം. ശരിയുള്ള ആളല്ല പുള്ളിന്ന് പിടുത്തം കിട്ടിയാൽ നല്ലതല്ല. അപ്പോഴാണ് നമ്മുടെ ഈ ആത്മീയ യാത്ര 2ാം ഘട്ടമായിരിക്കുന്നത്. ഇതിനുള്ള ആളല്ല. ഉദാഹരണത്തിനായിട്ട് ഇത് ഏറ്റവും വലിയ ഗുരു, ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന നാരായണ ഗുരു. വളരെ വളരെ അദ്ദേഹം ഇങ്ങനെ അവസാനം രോഗപീഠ കൊണ്ട് ഇങ്ങനെ പെടയാണ്. ജോലി പോകുന്നില്ല. അങ്ങനെ കിടന്ന് പെടയുന്ന കണ്ടിട്ട് ഇയാളുടെ ശരി കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ആ കാലത്ത് UC കോളേജ് അധ്യാപകർ എത്തീസ്റ്റായി മാറി. കാരണം എന്താണ്? ഒരു റൂമിൽ പോലും പീഡ വരുന്ന നീതി പ്രാർത്ഥിക്കുന്നതാണ്. ആള് കടന്ന് ചുരുന്ന കണ്ടില്ലേ? എന്നിട്ട് ഗുരു അങ്ങനെ മരിച്ചു. ഗുരു ദൈവം പറയുന്നതാണ് വാഴണം ആഴണം എന്നൊക്കെ പാട്ടൊക്കെ പാടി സത്യ നീ തന്നെ ഞാനും നീ തന്നെ ആനന്ദം എന്നൊക്കെ പറഞ്ഞ്
എങ്ങനെയാണ് ദിവസം അവസാനിക്കുന്നത്? സുഖം സുഖം എന്ന് പറഞ്ഞ് മരിച്ചു. ഇതിനുവേണ്ടിയുള്ള ആളല്ലേ അതിനുവേണ്ടി ആണെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചാണ്. അപ്പൊ നമ്മുടെ അപ്ഡേറ്റിംഗാണ് ഈ ഗോഡ് ഓഫ് ക്രിസ്റ്റമാണ് ഈ എത്തീസ് എന്ന് പറയുന്നത്. വിചാരിച്ചു ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്, ഇതിനൊക്കെയുള്ള പരിഹാരമാണ് ചെയ്തെങ്കിൽ അവരെ വിസ്മരിക്കും. ഇതിലൂടെ ദൈവം തോന്നിയിട്ടില്ല. അപ്പൊ എങ്ങനെയാണ് വിസ്മയം ചെയ്തത്? അല്ല, ഇന്ന് പിടുത്തം കിട്ടുന്ന അവസ്ഥ തൊട്ടാണ് വേറെ പുസ്തകം എനിക്ക് രണ്ടാമതായി വേറെ ചില കാര്യങ്ങളുള്ളതാണ്. ചോദിക്കാന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ജീവിതവുമായി ബന്ധപ്പെട്ട ജനുവിനായ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാന്നുള്ളതാണ്. അത് ആവശ്യങ്ങളല്ല. ഒന്ന്, രണ്ട്, സ്വന്തം ഇടം കണ്ടെത്തി ഒരാൾ അഗാധമായി ജീവിക്കുന്ന രീതിയുടെ പേരാണ്. അഗാധമായി ജീവിക്കുന്ന രീതിയുടെ പേരാണ് ഞാൻ. മൂന്ന്, അബ്രഹാമിന്റെ കാലത്തിൽ ഞാൻ യേശു പറഞ്ഞ കാണുന്ന ഞാൻ മാത്രമല്ല, എനിക്ക് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നീളുന്ന ചില ധാരകളുണ്ട്. അബ്രഹാമിന്റെ കാലത്ത് ഞാനുണ്ട്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഉള്ളിൽ കിടന്നുണ്ടോ? അപ്പൊ ഭയങ്കരമായ സമാധാനം തന്നെ. രണ്ട്, സ്നേഹം. ഈ സ്നേഹം. ഒന്ന്, നിന്റെ സഹോദരൻ അറിയണം. രണ്ടാമത്തെ പേര് ചോദ്യം, നാട്ടിലെ ചോദ്യം കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ആദ്യത്തെ താഴെ ചോദിക്കുന്നു നീ എവിടെയാണ്, മകനോട് ചോദിക്കുന്നു എന്റെ സഹോദരൻ എവിടെയാണ്. പഴയ രണ്ട് കാര്യമാണ്, മറ്റു പോയാൽ കുഴപ്പമില്ല. രണ്ട്, ശമയോനെ സ്നേഹിച്ചിട്ടുണ്ടോ? വിശേഷം അവസാനിക്കില്ല. ശമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ബ്രാക്കറ്റില് അയാളോട് വാവിട്ട് കഴിഞ്ഞു. ഇരിക്കുന്ന കലാപരിപാടി ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം എന്താ? ഇഷ്ടവും സ്നേഹം നമ്മൾ വ്യത്യാസം. യേശു കഥ പറഞ്ഞിട്ട് ഒരാളുടെ ചെയ്യുന്നുണ്ട്, അയാളുടെ പാഠം യജമാന്റെ പാഠമാണ്. വൈകുന്നേരം ആയപ്പോ യജമാനത്തെ അയാൾ പരാതി പറഞ്ഞു, നീ എന്നെ ഏൽപ്പിച്ച് കാണില്ല. കഥ പറിച്ചു കളഞ്ഞാൽ എന്താണ് നല്ല പ്രശ്നം. യജമാനൻ പറഞ്ഞു, നിന്നെ ഏൽപ്പിച്ച് ഒഴുകുന്ന ഭൂമിയാണ്, കളയും പഴയ പറിക്കാണ്ടിനെ ഇല്ല. ഇതില് ആദ്യത്തെ ആൾ പറയുന്നതാണ് ഇഷ്ടം, രണ്ടാമത്തെ ആൾ പറയുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തോട് നട്ടത് ഇങ്ങനെ കാര്യമായ പരാതി ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള അന്വേഷണമാണ്. Can you accept your dear ones as a friend? ഇവിടെ ഒരു 12 വർഷം മുമ്പ് റിട്രീറ്റ് വന്നൊരു ചെറുപ്പക്കാരൻ എന്റെ മുറി പറഞ്ഞു, നമ്മളിപ്പോ കടിക്കുന്ന പോകുന്നല്ലോ കേട്ടോ. അവരാണ് വന്നത്, കൂടാതെ മനസ്സിലായി. അപ്പം മുടിഞ്ഞ പുതിയ നമ്മുടെ സാധനത്തിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ അതിന് മാറിപ്പോട്ടെന്ന് ഓർത്തിട്ട് കാണിക്കാൻ വന്നതാണ്. നമ്മൾ ചെന്ന് പൊന്നു മനിപ്പോ തുടങ്ങിയിട്ട് ഇത് ഇന്നോളമുള്ള ചരിത്രത്തിൽ ഇവിടെ വന്ന ഒരാളുടെ ജലദോഷം പോലും മാറില്ല. നമുക്ക് ആഗ്രഹമില്ലാണ്ട് ജലദോഷം ഒക്കെ അടിച്ചു ചിരിച്ചു. അതിന്റെ പൊന്നു മോൻ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ മക്കൾ പറഞ്ഞു, എന്തായാലും വന്നല്ലേ കൂടിയിട്ട് പോവാം, അത് പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ദിവസം ഞാൻ ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണം. നീ എന്ത് മോനാണ്, അച്ഛനെയൊക്കെ അല്ലേ കാണാൻ. അതല്ല സമ്മനാണ് ഈ മക്കളുടെ ഒക്കെ സ്വഭാവമൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. എന്റെ ഒരു അറിവില്ല ആദ്യത്തെ ആർത്തിയാണ്. നീ ചിലപ്പോൾ ഞാൻ കണ്ടേക്കും, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും
ആഗ്രഹം. ഇത്രയും നല്ലൊരു മകനെ ദൈവം നിങ്ങളുടെ ഈ ഭൂമിയിലോട്ട് ഇറക്കിയൊന്നും ആയിരിക്കത്തില്ല. അല്ലാതെ അച്ഛൻ്റെ കൂടി ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത്ര ആയിരങ്ങൾ നിങ്ങൾ രൂപപ്പെടുന്നതിന്റെ അച്ഛൻ തന്നെ അയാൾ കുടിക്കുന്നു. കുടിപ്പ് രോഗമാണെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് ചികിത്സയുണ്ട്. അവിടെ ചെയ്യാൻ കാര്യമുണ്ട്. ഈ 3 ദിവസം കൂടെ പുല്ല് പിടിച്ചിരിക്കുമ്പോൾ അത് ചിന്തിച്ചാൽ നല്ലതാണ്. കുടിയോടുകൂടിയുള്ള നല്ല അപ്പനെ അനുസരിക്കാൻ പറ്റും. കുടിയോട് നല്ല അപ്പൻ ഇവിടെ വേണം. കുടിക്കുന്നുണ്ട്, എന്താക്കുന്നു നല്ലതായിട്ട് accept your dear ones as a patch of land. ഒരു തുണ്ട് ഭൂമിയായിട്ട് ഈ ഉറ്റവരെ സ്വീകരിക്കുന്നവരാണ്. അപ്പോഴത് നേരത്തെ വന്നതിന്റെ പ്രശ്നം വരുന്ന ഒരാളെ ഞാൻ ചെയ്തില്ല. എനിക്ക് അവരെ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് ധൈര്യമൊന്നുമില്ല പറയാൻ. ശരിയല്ല. ഈ 800 കോടി മനുഷ്യരെ നിങ്ങൾക്ക് അവരായിരിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് നൽകിയിട്ടൊരു ചലഞ്ചിന്റെ പേരാണെന്നത്. നിങ്ങൾക്ക് മടങ്ങാൻ മുമ്പ് അവരായിരിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ പറ്റും. അതിൽ പോലും ഈ ഫെയിൽ നടപടി അൾട്ടിമേറ്റാണ് ഒരാളുടെ സ്പെസിമെൻ. എന്നിട്ട് തലവണി നമ്മളെ കടക്കാരിയാക്കും. എളുപ്പമല്ല. ചലഞ്ച് ഭയങ്കര രസമുള്ള ചലഞ്ച്. 2 ഇഷ്ടത്തെ സ്നേഹമായിട്ട് കരുതാം. കളിയോടും വിളിയോടും കൂടി ചേർന്ന ഒരു തുണ്ട് ഭൂമിയായി ജീവിതത്തെ സ്വീകരിക്കാവുന്നതാണ്. ചിലക്കടക്ക് യേശു പറഞ്ഞൊരു വാക്കാണ് അല്പകാലം. അല്പകാലം മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുള്ളൂ. ഇതൊന്നും തലേ കയറിയാൽ നല്ലതാണ്. ടൈം ഈസ് ടൂ ഷോർട്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മെച്ചപ്പെട്ടിട്ട് നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നതൊക്കെ വിചാരിച്ചെന്നാല് നിങ്ങൾ പഴയ കാലത്ത് പറയും ഹതാശനായിട്ട് പറ്റും. എന്താ വാക്കിനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. വല്ല കേൾക്കുമ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ട്. ഹതാശനായിട്ട് മനുഷ്യൻ ചെറിയ ടൈമാണല്ലോ. ഇത് ചെറിയ കാര്യം. ഞാൻ കെട്ടിച്ച കുട്ടികളുടെ ബാപ്റ്റിസം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിച്ചവരുടെ മക്കളുടെ കുട്ടികളുടെ എന്ത് ഷോർട്ടല്ലേ. നോക്കി നിൽക്കുമ്പോ ഈ പാന്തർ പെരുവഴി അമ്പലം തന്നെ എന്ന പോലെ ഓരോരുത്തരായിട്ട് തിരിച്ചു പോകും. ഏറ്റവും നല്ല ഓർമ്മയായിട്ട് മനുഷ്യൻ പോകട്ടെ. ഏറ്റവും നല്ല ഓർമ്മയായിട്ട് നമുക്കും പോകട്ടെ. വേദോസിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന പ്രിയത്തില് എന്നെ സമാധാനത്തിൽ വിട്ടേക്കണമേ. കുടുംബത്തിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് പോകണമെങ്കിൽ എത്ര എളുപ്പം. ഗൂഗിൾ മാപ്പാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ പ്രാർത്ഥനയുടെ പോകണം, സമാധാനത്തിൽ വിട്ടേക്കണം. ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞ ഉദാഹരണം, നിങ്ങൾക്ക് പെൺകുട്ടി എടുത്തില്ലായിരിക്കാം. ഇത്തവണ 10 നിങ്ങൾ ആ മകളുമായിട്ട് ജീവിക്കാൻ കഷ്ടിച്ച് 60 ദിവസം എന്താ അങ്ങനെയൊക്കെ പറയണത്. അല്ല, +2 വരെയാണ് നിങ്ങൾ അവിടെ നിന്നു. അറിയുമ്പോഴേക്ക് നിങ്ങൾ അവളെ കൊണ്ടുപോയി ബ്രില്യൻസിൽ കൊണ്ടുവന്നു നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി. നല്ല ആദ്യത്തിൽ തന്നെ കിട്ടി. അവിടെ തൊട്ട് ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് യക്ഷികൾക്ക് ഒരേ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. കാരണം അതിനെ പാലയെ കൊണ്ട് അങ്ങനെ പാലയെ താഴ്ത്തി അവിടെ തൊട്ട് നിങ്ങൾ മാറി. പിന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രാജുവേഷൻ ചെയ്യുന്നു,
പിന്നെ ഒരു വർഷം അവധി എടുത്തിട്ട് അവിടെ പീജിക്ക് ട്രൈ ചെയ്യുന്നു. ഏകദേശം നമ്മുടെ നാട്ടിൽ കല്യാണം പ്രായമൊക്കെ ആയി, അതേറെ വാശിക്ക് വേഗത്തിൽ കല്യാണം നടക്കുന്നു. 60 ദിവസം ഈ കുട്ടി നമ്മളോടൊപ്പം പറയുന്നത്. ഇന്ന് വിടുന്ന വാക്കാണ് ഷോർട്ട് ടൈം. പിന്നെ നിങ്ങൾക്ക് ഈ കുട്ടിയുടെ വഴക്ക് പറയാനില്ല, സ്ത്രീ പോലും വേറൊരു കുടുംബത്തിന്റെ ഒക്കെ ഒരു കാര്യത്തിൽ ബ്രേക്ക്. ഇപ്പൊ നേരം മാത്രമുള്ള മനുഷ്യർക്ക് ഏറ്റവും നല്ല കൊടുക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോ ശകാരിക്കുന്ന അത്രയും പോലും പെൺകുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോൾ ശകാരിക്കുന്നു. അപ്പോടെ ഓർക്കാൻ ഈ പേരൻസിനോടൊപ്പമുള്ള കാലം അറിയത്തില്ല. അത് ലോകം മെച്ചപ്പെടുന്ന ഇതിനകത്ത് കാര്യമായ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഭംഗിയുള്ള 60 ദിവസം ഈ കുട്ടിയെ വഴക്കൂരാനെ കൊണ്ടുവരാൻ പറ്റുമോ? അവരുടെ ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ബ്രദർ മരിച്ചതിന് ശേഷം എനിക്ക് ഭയപ്പെടുത്താൻ കഴിയും. ശരിക്കും തന്നെ ബ്രദർ മരിക്കുന്നതിന് മുമ്പുള്ള ഞാനും മരിച്ചതിന് ശേഷമുള്ള ഞാനും ഭയങ്കര വ്യത്യാസമുണ്ട്. അയാളുടെ സിബ്ലിംഗ് എന്ന് പറയുന്നത് അയാളുടെ അതേ കാലം ഷെയർ ചെയ്തതാണ്. ഞാൻ കുട്ടിക്കാലത്ത് എത്തുമ്പോൾ അയാൾക്ക് താമസിച്ചിരിക്കുന്നത്. കാരണം അതിനകത്ത് 95 കുറിപ്പിനകത്ത് അയാളുണ്ട്. അയാളില്ലാതെ എനിക്ക് ഭാഗ്യമില്ല. അങ്ങനെ പെട്ടെന്ന് സൗകര്യം 30 വയസ്സാണ്. പക്ഷേ എക്സ്പെരിമെന്റ് ചെയ്യാൻ നേരമില്ല, അത് മെച്ചപ്പെടുത്താൻ നേരമില്ല. അതിനെ അതേപോലെ എടുക്കാൻ പറ്റില്ല എന്നുള്ള എന്നോടിന്റെ പേരാണെന്ത് കമ്മ്യൂണിറ്റി സിസ്റ്റേഴ്സ് തട്ടിക്കുന്നത്. കമ്മ്യൂണിറ്റിയിലേക്ക് പ്രതിസന്ധി ജീവിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഓർത്തോളം 3 വർഷം മാത്രമാണ് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കും. 1000 days. നോർമൽ കമ്മ്യൂണിറ്റി മാറുന്നത് 4 വർഷമാണ്. ഈ 1000 days ഒരാൾ നമുക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ലോകത്ത് പറയാൻ പോകുന്നത്? അല്പകാലം മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളത്. ഓർത്തോളം അല്പകാലം മാത്രമേ അവരോ നമ്മളോ ആരാന്നുള്ളത് പ്രധാനപ്പെട്ട. സഹനം എനിക്ക് തേട്ട മലയാളത്തിൽ സഹനം എന്ന് പോയി മാറിയിട്ടുള്ളൂ. ഒന്ന് കുരിശെവിടെയാണ്? 2 ധ്യാനത്തിന്റെയോ സ്നേഹത്തിന്റെയോ സൂര്യ വെളിച്ചത്തിലേക്ക് കൈ വിരിച്ചു പിടിക്കുന്ന നിമിഷം മുതൽ ശരീരം കുരിശാവുന്നു. മൂന്ന് ശിരസ് നമിച്ചു പിടിക്കുമ്പോൾ യേശു ഉണ്ടാവുന്നു. ശിരസ് നമിച്ചു പിടിക്കുമ്പോൾ യേശു ചരിച്ചല്ല നമിച്ചു. കാരണം കടിമത്തിൽ കയറി എല്ലാ മനുഷ്യരും തല അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് ഒരു ദിവസത്തേക്ക്. എന്നാൽ ആരും എന്റെ പ്രാണനയിൽ നിന്ന് എടുത്തതല്ല, ഞാൻ സ്വയം ഭാഷയുടെ നമിച്ചു ലഭിച്ചു കൊടുക്കുന്ന വിലയാണ്. ശിരസ് നമിച്ചു പിടിക്കുമ്പോൾ ക്രിസ്തു ഉണ്ടാവും. ആരും എന്റെ പ്രാണനെ എടുത്തതല്ല, ഞാനത് അർപ്പിച്ചതാണ്. അങ്ങനെ 3 ശരിയായ ചോദ്യങ്ങൾ, 3 ശരിയായ തൃപ്തി കേന്ദ്രത്തിന്റെ പേരാണ് യേശു.
മലയാളത്തിലുണ്ട്. ഇംഗ്ലീഷ് വേർഡ് എഴുതാം. യുവർ ലൂമിനസ് കോൺഷ്യസ്നെസ്. യുവർ ലൂമിനസ് കോൺഷ്യസ്നെസ്. നല്ല വെളിച്ചം കിട്ടിയ ബോധത്തിന്റെ പേരാണെന്ന് യേശു. പൗലോസൊക്കെ പറയത്തില്ലേ, ഇരുട്ട് കളി നമുക്ക് വെളിച്ചത്തിന്റെ വസ്ത്രങ്ങൾ ധരിക്കാം. മേരിയെ കുറിച്ച് എന്താ പറയുന്നത്? സൂര്യ വസ്ത്രമായി ധരിച്ചൊരു സ്ത്രീയെ ഞാൻ കണ്ടു. വെളിച്ചം കൊണ്ട് ഫിൽറ്ററിന്റെ പേരാണെന്ന്. ഇരുട്ടുണ്ടോ? ഇരുട്ടെന്ന് പറഞ്ഞ രണ്ടിക്കുണ്ട് ഉണ്ടോ? എന്നിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ഇരുട്ടാന്നാ പറയുന്നത്. ആബ്സെൻസ് ഓഫ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. ചില ദൈവം ഉണ്ടെങ്കിൽ ചെറുക്കാനുണ്ട്. അത് ഭയങ്കരമായിട്ട് സ്ഥാപിതമായിട്ട് നല്ലതുപോലെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ. ഒന്നാമത്തെ തെളിവാണ് ദൈവമുണ്ട്. ഇരുട്ടില്ല. വെട്ടത്തിന്റെ ആബ്സെൻസിനോട് കാണുന്നത് അത്രയും ലളിതമായ കാര്യം പറയുന്നത്. ഒരു വെട്ടം ഉണ്ടാകുന്ന മാത്രമേ ലൂമിനസ് ബോധത്തിന്റെ പേരാണിത്. ഈ നിങ്ങൾ ഈ ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുക അങ്ങനെയൊക്കെ എടുത്തിട്ട് ആ വെട്ടം കിട്ടിയ മനുഷ്യരെ യേശു ബോധം കിട്ടിയ മനുഷ്യർ സാധാരണ വിശ്വാസിയെ സഹായിക്കുന്ന ഒന്നും ഇവിടെ നടക്കുന്നില്ല. അവിടെ പ്രാധാന്യം ലഭിക്കുന്നില്ല. പ്രീസപ്പോസ്ഡാണ്. ജീവിക്കണം 30 പേര് വെട്ടത്തിന്റെ ഉപാസകരാണ്. അവരെ നന്നായിട്ട് മനസ്സിലാക്കണം. നിന്റെ ഗുരു ഒരു നാമമാണ് പ്രകൃതിയാണ്. ആ പ്രകൃതിയാണ് ഒരു 2 മിനിറ്റ് കൗണ്ട് ചെയ്തിട്ട് പിരിയാൻ പ്രാർത്ഥിക്കാന്ന് പറയുന്നത്. യേശു പറഞ്ഞ 3 ചോടൊക്കെ വെക്കണം. എന്താണ്? വാതിലുകൾ മുറി കണ്ടെത്തുക, ഉള്ളിൽ നിന്ന് കേൾക്കുക. Shut the door, find your room, listen to it. Meditation ആയിരിക്കില്ല. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കുറിച്ച് പ്രാർത്ഥിക്കാം. പുസ്തകം ഉറങ്ങിടുന്ന ഒരാളെ ഓർമ്മിക്കാം. സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് at every man stage. സ്ലീപ്പിംഗ് ക്രൈസ്റ്റിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എന്റെ മനസ്സിന്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യം ധ്യാനമായി, സ്നേഹമായി, സഹനസ്ഥാനം ഉണർന്നമേ എന്നെ കർത്താവായ യേശുവേ, എന്റെ മനസ്സിന്റെ അണിയത്ത് മയങ്ങുന്ന ചൈതന്യമേ സ്നേഹമായി, സഹനസ്ഥാനമായി എന്നെ